അതേസമയം ജമ്മു സാധാരണ നിലയിലേക്ക് എത്തുന്നതേയുള്ളൂ. കടകൾ തുറന്നു, ബസ്സുകൾ സർവീസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആളുകൾ പുറത്തിറങ്ങുന്നത് ഇന്നത്തെ ദിവസവും കുറവാണ്. രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന പാക് ഡ്രോണുകൾ ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നുമുണ്ട്. നോബിൾ മാരിക്കാരന്റെ റിപ്പോർട്ട്. അശാന്തിയും ആശങ്കയും നിറഞ്ഞ നാളുകളിൽ നിന്ന് ജമ്മു സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഇന്നിപ്പോൾ കടകമ്പോളങ്ങൾ തുറന്നിരിക്കുന്നു. എല്ലായിടത്തും വാഹനങ്ങളുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ വരും ദിവസങ്ങളിലേക്ക് കാര്യങ്ങൾ സാധാരണയിലേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. जो सांबा में ड्रोन देखे गए और हैवी शेलिंग की गई, इससे लगता है कोई बातचीत का कोई हमें फायदा नहीं. कोई लगता नहीं, कोई काम भी ठप है, ऊपर से रोड बंद है, आराम बंद से कभी लैंडस्लाइड हो जाती है, कभी पुल गिर जाता है, कोई समझ नहीं आ रहा है. उसकी वजह से हम ये പഹൽഗാം ആക്രമണത്തിനും പാക് പ്രകോപനങ്ങൾക്ക് മുൻപ് നിരന്തരം ആളുകൾ വന്നുപോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് നിർത്തിയിടാൻ പോലും സമയം കിട്ടാത്ത തരത്തിൽ തിരക്കുകൾ ഉണ്ടായിരുന്ന ഒരു ടാക്സി സ്റ്റാൻഡാണ് ഇത്. ജമ്മുവിലെ ഈ ടാക്സി സ്റ്റാൻഡ് ഇപ്പോൾ വിജനമാണ്. വാഹനങ്ങൾ ഇതുപോലെ തന്നെ കിടക്കുന്നു. ടൂറിസ്റ്റുകൾ എത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഷെല്ലാക്രമണം, ഡ്രോൺ സാന്നിധ്യമൊക്കെ വലിയ തരത്തിൽ ആളുകളെ ഇങ്ങോട്ട് എത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആളുകൾ ആശങ്കയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. टूरिस्ट की वजह से काम कम हो गया, जो कश्मीर में मसला हो गया ना, उसी वजह से काम कम हो गया. हाँ, श्रीनगर जाते थे सर, ये तो हमारे लिए भी प्रॉब्लम हो गई सर. कोई पता नहीं है, जब हालात ठीक हो जाएंगे फिर मत आ जाएंगे टूरिस्ट. जब ड्रोन गिरते हैं तो मतलब लोग इतने घबरा गए थे, थोड़े घर भी डैमेज हो गए थे. काम नहीं है ना अभी. लोग देखो, ये सारे अब काम करने वाले, लेकिन कोई बाहर का बंदा कोई नहीं है. सारे लोग टूरिस्ट पे डिपेंड है. टूरिस्ट यहाँ पे है नहीं. ജമ്മു ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയാലും സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ല. കാരണം നിരവധി ബസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ കയറാൻ ഇല്ലാത്തതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. ഇവിടുത്തെ ബസ് ഡ്രൈവർമാരും അതോടൊപ്പം കണ്ടക്ടർമാരും ഒക്കെ വ്യക്തമാക്കുന്നത് എവിടെ വേണമെങ്കിലും, പ്രത്യേകിച്ച് അവർക്ക് കൃത്യമായ റൂട്ടുകളുണ്ട്. അത് പൂഞ്ചാകട്ടെ, രജൌരി ആകട്ടെ, അത്തരത്തിൽ കൃത്യമായ റൂട്ടുകളുണ്ട്. എല്ലായിടത്തും ആളുകൾ എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അവർക്കുണ്ട്. മറ്റ് അധിക ചാർജുകൾ ഒന്നുമില്ല. ധൈര്യമായി വരാനാണ് ഇവർ വ്യക്തമാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ആളുകൾ പലരും ഇങ്ങോട്ട് എത്താത്തത് ബസ് സ്റ്റാൻഡിൽ ഒരു വിജനത ഫീൽ ചെയ്യിക്കുന്നു. देख ही रहे हो अब क्या हाल चल रहा है. हर जगह से सन्नाटा ही सन्नाटा चल रहा है. आदमी बहुत कम है. क्या है कि शायद डरे हुए सारे. ജമ്മുവിന്റെ അതിർത്തികളിൽ വീണ്ടും ഡ്രോണുകൾ എത്തുകയാണെങ്കിൽ ജനങ്ങളിൽ അത് ആശങ്കയുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഡ്രോണുകൾ എത്തുന്നതും എങ്ങനെയാണ് വെടിവെച്ചിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്ര നേരത്തെ ജനങ്ങൾക്ക് മുന്നിൽ എടുത്തു കാണിച്ചതുമാണ്. നിരന്തരമായ ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിഭ്രാന്തരായ ജനങ്ങളുണ്ടായിരുന്നു. സൈന്യം കൃത്യമായി അത് വെടിവെച്ചിടുകയും അതുകൊണ്ട് ആശങ്കയ്ക്ക് വലിയ അടിസ്ഥാനമില്ലായിരുന്നു ആ സമയത്ത്. നമുക്കത് കൃത്യമായി ക്യാമറയിൽ പകർത്താനും പറ്റി, നമുക്ക് ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും പറ്റി. വാഹനങ്ങൾ ഓടിത്തുടങ്ങി, ടൗണുകൾ സജീവമായി, സ്കൂളുകൾ തുറന്ന്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ച് എല്ലാം സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനജീവിതം സുഗമമായി എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. പക്ഷെ അതിന് കുറച്ച് ദിവസം കൂടി വേണ്ടി വരും എന്നാണ് നിലവിലത്തെ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ജമ്മു.